ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഒരു സ്പെഷ്യൽ പുട്ടാണ് കേട്ടോ. ഒരു അടിപൊളി പുട്ട. അതിന്റെ പുട്ടുപൊടി തന്നെ നമ്മള് സ്വന്തം ഉണ്ടാക്കി പരീക്ഷിച്ച ഒരു സാധനമാണ് കേട്ടോ. ഇതെന്താണെന്നറിയോ? നമ്മുടെ പച്ച വാഴക്കയില്ലേ, പച്ച വാഴക്കയുടെ ഉണങ്ങി, പച്ച വാഴക്ക നല്ല വിളഞ്ഞ കായുണ്ടല്ലോ, അത് അരിഞ്ഞ് ഉണങ്ങി മില്ലി കൊടുത്ത് പൊടിപ്പിച്ച പുട്ടുപൊടിയുടെ പോലെ തരിയോടുകൂടി പൊടിപ്പിച്ചെടുത്ത കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് നൂൽപുട്ടിനും അല്ലെങ്കിൽ ഇടിയപ്പം, നൂൽപുട്ട്, അതിനും നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാക്കാവേ. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പുട്ടിനൊന്ന് കുഴച്ച് വെക്കാവേ. അതെങ്ങനെയാന്ന് ചോദിച്ചാല്, ഒരു പാത്രം എടുത്തു. കുറച്ച് പുട്ടേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇത്രയും പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ എത്ര വേണോ അതിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു കപ്പ് പൊടി, ഇതങ്ങ് ഇട്ടേക്കാം. ഒരു കപ്പ് പൊടി. ഇതിൻ്റെ ഈ പുട്ട്, ഈ നമ്മുടെ പച്ചവാഴക്ക ഉണ്ടല്ലോ, അതിൻ്റെ തൊലി മുഴുവനായിട്ടും പൊളിച്ച് കളയണ്ട കേട്ടോ. അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ അങ്ങോട്ട് ചെത്തി കളഞ്ഞിട്ട് കുറച്ച് തൊലിയോടുകൂടി തന്നെ, തൊലിയും നല്ലതാണല്ലോ, അങ്ങനെയാണ് നമ്മൾ ഇത് അരിഞ്ഞ് ഉണങ്ങി എടുത്തത് കേട്ടോ. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് നമ്മൾ ഉപ്പിട്ടു. ഇനി നമ്മൾ എടുക്കുന്നത് എന്നാന്നറിയോ? കുറച്ച് തേങ്ങ എടുത്ത് വെള്ളം ഒഴിച്ച് അരച്ച ഒരു തേങ്ങ അരച്ചതാണേ. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ ഇഷ്ടമില്ല എങ്കിൽ പച്ചവെള്ളത്തിൽ കുഴച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി എന്താ, ഇതില്ലേ, ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് ഇരിക്കണം കേട്ടോ. അപ്പോഴത്തേനും ഈ പുട്ടുപൊടിയെല്ലാം നല്ല സെറ്റാവും. അപ്പോഴത്തേനും നമ്മുടെ മസാല റെഡി ആവുമല്ലോ. പുട്ടിനൊക്കെ നമ്മൾ റെഡിയാക്കി കഴിച്ച് വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കാൻ ഒരു പാൻ എടുപ്പ് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഒരു സവോള ചോപ്പ് ചെയ്തതാണേ, അതിട്ട് കൊടുക്കാം. ബീഫ് നമ്മളിതാ ചെറുതാക്കി അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലിപ്പം ബീഫ് കറി ഇരിപ്പുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ചിക്കൻ കറിയോ, അല്ലെങ്കിൽ എന്താ പറയാ, മീൻ പീര വെച്ചതുണ്ടെങ്കിലോ ഒക്കെ ഇതിന് ഫില്ലിംഗ് ആയിട്ട് വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആവും. അപ്പൊ ഇതിപ്പോ ഞാൻ ഇച്ചിരി ബീഫ് ചെറുതാക്കി അരിഞ്ഞ് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുക കേട്ടോ. അപ്പൊ ഇതിനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാവേ. കുറച്ച് ഉപ്പിട്ടു. സവോള നന്നായിട്ട് വാടി വന്നപ്പം നമുക്കതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നേ, അതിട്ട് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഇട്ടു. കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മുടെ ഒരു തക്കാളി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇങ്ങോട്ടേക്കാം. നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കണേ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ മുളക്, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ കുരുമുളക് പൊടി, പെരുംജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതാണ്. 1 സ്പൂൺ ബീഫ് മസാല, ചെറിയ സ്പൂണിന് 1 സ്പൂണാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഇത് വീട്ടിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് ഞാൻ ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ, ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ച്. അതും കൂടെ ഇട്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എല്ലാം കൂടി ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒരിച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ഒരിച്ചിരി നേരം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ പീസും എല്ലാം ഒന്ന് സെറ്റായി, മസാലകളെല്ലാം അങ്ങ് സെറ്റായിക്കോളും. നമ്മുടെ ബീഫ് എന്തായെന്ന് നോക്കണ്ടേ? നോക്ക്, നല്ല പോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഇനി നമുക്ക് അടുത്ത വേണ്ടിയത്, ഒരു കുക്കറിൽ വെള്ളം നിറച്ചിട്ട് ചിരട്ടപ്പുട്ട ഉണ്ടാക്കുന്ന കേട്ടോ. പുട്ടുപൊടി എന്തായെന്നൊന്ന് നോക്കണ്ടേ? കുഴച്ച് തട്ടിപ്പൊത്തി വെച്ചേക്കുക. ഇനി നമുക്ക് ഒന്ന്
എടുത്തു നോക്കാം കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പോലെ കണ്ടോ, നമ്മുടെ സാധാരണ പുട്ടുപൊടി പോലെ ഇരിക്കുന്നുണ്ടോ. ചിലവർക്കേ ഇത് ഇത് മാത്രമായിട്ട് വാഴയ്ക്ക തന്നെയായിട്ട് പൊടിച്ച് പുട്ടുണ്ടാക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അതിനെന്നറിയോ, ഒരു കറ ചൊവ്വ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇച്ചിരി നേരം വെള്ളത്തിൽ ഇട്ടിട്ട്, അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകി വാരി വാലയ്ക്ക് വെച്ചിട്ട് നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കുക ചെയ്യുക. അപ്പം ചില ഷുഗറുകാർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം. ചിലവർക്ക് അത് ഇഷ്ടമില്ല എങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗ്ലാസ് പച്ചരിയും കൂടെ എടുത്തിട്ട് കഴുകി ഉണങ്ങിയിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് മില്ലി കൊടുത്ത് പൊടിപ്പിക്കാം. നമ്മൾ വീട്ടിൽ ഇങ്ങനെ പൊടിച്ചാൽ ശരിയാവത്തില്ല കേട്ടോ. മില്ലിൽ അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, പുട്ടിന്റെ തരി ഇടുന്ന ആ അരിപ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് വേണം പൊടിച്ചെടുക്കാൻ. വീട്ടിൽ പൊടിച്ചാൽ ഇതുപോലെ ഈ തരിയിൽ കിട്ടത്തില്ല കേട്ടോ. അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കേ. ഇപ്പൊ നല്ല വെയിലാണല്ലോ, വാഴക്കൊലയൊക്കെ വീട്ടിൽ മൂത്ത് വിളഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടാവും. വെട്ടി എടുത്തിട്ട് അങ്ങ് സെറ്റാക്കിക്കോ, അടിപൊളിയാ. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു. ഇനി നമ്മൾ ചെയ്യുന്ന എന്നാ അറിയോ, നമ്മുടെ മിക്സ് ഇട്ട് കൊടുത്തു. കുറച്ച് നമ്മുടെ പൊടി ഇട്ട് കൊടുത്തു. ഓക്കെ, മൂടാം. വേഗട്ടായിരുന്നേ. അവിടെ പുട്ട് റെഡി ആയിട്ടുണ്ടേ. ഇനി ഇത് നമുക്ക് എടുത്തിട്ട് തട്ടി കൊടുക്കാം. കണ്ടോ കണ്ടോ, നമ്മുടെ ഏത്തക്ക പൊടി കൊണ്ടുള്ള ഇറച്ചിപ്പൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല വെയിലുണ്ട്. അപ്പം വീട്ടിൽ പച്ചവാഴക്കൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഷുഗറുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. അരി ചേർക്കാതെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിക്കോ. അപ്പം കണ്ടോ, അടിപൊളി ടേസ്റ്റ്. ആ നോയും ഭയമുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കത്തില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.